17ാമത് ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവലിൽ നിരൂപക പ്രശംസകൾ ഏറ്റുവാങ്ങി ഭേദബ്രതൻ സംവിധാനം ചെയ്ത ദേജാവു രാജ്യത്തെ ചെറുകിട കർഷകർ നേരിടുന്ന പ്രതിസന്ധികളും കോർപ്പറേറ്റ് വൽക്കരണവും കേന്ദ്ര പ്രമേയമാക്കിയാണ് ദേജാവു എന്ന ഡോക്യുമെന്ററി ഫിലിം ചിത്രീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ കർഷക സമരത്തിൽ നിന്ന് ഊർജം കൊണ്ടാണ് ദേജാവു എന്ന ഡോക്യുമെന്ററി ഫിലിം ചിത്രീകരിച്ചിട്ടുള്ളത്. ലോകത്താകെ കർഷകർ നേരിടുന്ന വെല്ലുവിളികളുടെ ഒരു തുറന്നാവിഷ്കാരമാണ് ദേജാവു. നാസ മുൻ ശാസ്ത്രജ്ഞനും സംവിധായകനുമായ ഭേദബ്രതനാണ് സംവിധായകൻ. Most of these farmers that we met, many of them are Republicans, Trump voters. And this is one of the things we realized, that they are so vulnerable. They don't have anything to look forward to. They have lost even the hope. 4 ഇന്ത്യക്കാർ അമേരിക്കൻ കൃഷിയിടങ്ങളിലൂടെ യാത്ര നടത്തുകയും കർഷകരുടെ വിവിധ വിഷയങ്ങൾ പഠനവിധേയമാക്കുന്നതുമാണ് ചിത്രത്തിന്റെ കഥ. കൃഷി ഉപജീവനമാക്കിയ ചെറുകിട കർഷകരുടെ ജീവിതത്തിൽ കോർപ്പറേറ്റുകൾ വരുത്തിവെച്ച ആഘാതമാണ് ചിത്രത്തിൽ വരച്ചുകാട്ടുന്നത്. ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈനിങ് നിർവഹിച്ചിട്ടുള്ളത് റസൂൽ പൂക്കുട്ടിയാണ്. അപ്പോൾ ഒരു കലാകാരൻ എന്ന നിലയിൽ നമ്മുടെ ഒരു ദൗത്യമായിട്ട് തോന്നിയിട്ടാണ് ഇങ്ങനൊരു സിനിമ ഉണ്ടാക്കുവാനും ഇതിനായി പുറപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഫാർമേഴ്സിൻ്റെ ലൈഫും അവരുടെ പ്രോബ്ലംസും ആണ് സിനിമയുടെ സെൻട്രൽ തീം എങ്കിലും ഇത് നമ്മുടെ എല്ലാ മേഖലകളിലും ഇതുണ്ട്. ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിൽ കഴിഞ്ഞ ദിവസം പ്രദർശിപ്പിച്ച ദേജാവു വലിയ രീതിയിൽ പ്രശംസകൾ ഏറ്റുവാങ്ങി. ഒരു വാണിംഗ് ആയിട്ടാണ് ഇവിടുത്തെ ഫാമേഴ്സിന്, ഇവിടുത്തെ സാധാരണക്കാർക്കുള്ള ഒരു വാണിംഗ് ആയിട്ടാണ് ഈ ഡോക്യുമെന്ററി കാണുന്നത്. അപ്പോൾ ഇത് തീർച്ചയായും ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. To come up with this brilliant thing to show a parallel thing that happened. I think this concept itself is brilliant. This deja vu, this back to the future. കഴിഞ്ഞ 22-ന് ആരംഭിച്ച ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റ് 27-നാണ് സമാപിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.